നമസ്കാരം. ഇന്ന് ചിങ്ങം 1. നമ്മൾ മലയാളികളുടെ പുതുവർഷാരംഭമാണ് അല്ലേ? കൊല്ലവർഷം ആരംഭിക്കുന്ന ദിനമാണിന്ന്. ഈ ദിവസത്തിന് വേറൊരു പ്രത്യേകതയുണ്ട്. എന്താ? കൊല്ലവർഷം ഏതാ? നൂറ്റാണ്ട് തുടങ്ങുവാണല്ലേ? 1200ാമത് ആണ്ട് തുടങ്ങുന്ന ദിവസമാണ്. കൂടാതെ മലയാള മാസത്തിലെ ആദ്യത്തെ മാസമാണ് ഏത്? ചിങ്ങം എന്ന് പറയുന്നത്. അപ്പോൾ പൊന്നും ചിങ്ങ മാസം എന്നാണ് നമ്മൾ പറയാറുള്ളത് അല്ലേ? കർഷക ദിനം കൂടെയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ പൊന്നും ചിങ്ങ മാസത്തിൽ എല്ലാവിധ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ദൈവം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമുക്ക് കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. ഇന്നലെ പത്രവാർത്ത എന്താണെന്ന് നോക്കി അത് ജസ്റ്റ് ഒന്ന് എഴുതി കാണിക്കാം എന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ എഴുതി കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. കൂടുതൽ നിങ്ങളെ ഞാൻ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ ഒരിക്കൽ എന്താ പത്രവാർത്തയെ നോക്കാം. ആര്, എന്ത്, എപ്പോൾ, എവിടെ, എങ്ങനെ, എന്തുകൊണ്ട് എന്നീ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നതായിരിക്കണം പത്രവാർത്ത. തലക്കെട്ടിന് ഏറെ പ്രാധാന്യമുണ്ട്. വളരെ ചുരുങ്ങിയ രീതിയിൽ ആശയവുമായി ബന്ധപ്പെട്ട് വായനക്കാരെ ആകർഷിക്കുന്ന രീതിയിലായിരിക്കണം പത്രവാർത്തയുടെ തലക്കെട്ട് അല്ലേ? വലിച്ചു നീട്ടി എഴുതാൻ പാടില്ല. ചുരുക്കിയ പത്രവാർത്ത എഴുതാൻ പാടുള്ളൂ. ആശയത്തിന് അവിടെ പ്രാധാന്യം കൊടുക്കണം. ഒപ്പം എല്ലാ കാര്യങ്ങളും സംഗ്രഹിച്ചെഴുതിയിട്ടും ഉണ്ടാകണം. കൂടാതെ പത്രവാർത്തയിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സത്യസന്ധവും വസ്തുനിഷ്ഠവുമായ കാര്യങ്ങൾ മാത്രമേ പത്രവാർത്തയിൽ ഉൾക്കൊള്ളിക്കാനായി പാടുള്ളൂ. അതേസമയം വർണ്ണനകൾക്ക് പ്രാധാന്യമില്ല. കാരണം എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം ആണ് പത്രവാർത്ത. അതിനാൽ തന്നെ വലിച്ചു നീട്ടി എഴുതാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ നമ്മൾ വളരെ ചുരുക്കി എല്ലാ വിവരങ്ങളും ഉൾപ്പെടുത്തി എഴുതുന്നതാണ് പത്രവാർത്ത എന്ന് പറയുന്നത് ഇന്നലെ പഠിച്ചു. ഇന്ന് നമ്മൾ പത്രവാർത്ത എഴുതാൻ പോവുകയാണ്. പത്രവാർത്തയ്ക്ക് വിഷയം വേണ്ടേ? എന്തെങ്കിലും ഒരു സംഭവം വേണ്ടേ? ഞാൻ എൻ്റെ സ്കൂളിലെ കാര്യം പറഞ്ഞില്ലേ? അതുപോലെ ഇന്ന് നമ്മൾ എഴുതാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വൃദ്ധർ അല്ലേ, നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ നമ്മളെല്ലാം ഒരു കാലത്ത് എന്താവും? ഞാനൊക്കെ ഒരു 20 വർഷമൊക്കെ കഴിയുമ്പോൾ, ഇപ്പോഴേ ആയി കഴിഞ്ഞു, ഒരു 20 വർഷം കൂടെ കഴിയുമ്പോൾ എന്താവും? വയസ്സാവും അല്ലേ? വടിയൊക്കെ ഊന്നി ഒരു മുത്തശ്ശിയെ പോലെ നടക്കാൻ തുടങ്ങും അല്ലേ? അതുപോലെ വൃദ്ധരായ അമ്മൂമ്മമാരെയും അപ്പൂപ്പന്മാരെയൊക്കെ ഇപ്പൊ എന്ത് ചെയ്യുന്നുണ്ട് മക്കള്? അനാഥ മന്ദിരങ്ങളിൽ കൊണ്ടുവിടുന്നുണ്ട് അല്ലേ? വൃദ്ധസാധനങ്ങളിൽ കൊണ്ടുവിടുന്നുണ്ട്. അങ്ങനെ പാടുണ്ടോടാ? ഇല്ല അല്ലേ? കാരണം എന്താ? ഒരു കാലത്ത് നമ്മുടെ അമ്മയും അച്ഛനെ അല്ലെങ്കിൽ നമ്മളെയൊക്കെ വളർത്തുന്നത് ആരാ? ഈ മാതാപിതാക്കളാണ്. നാളെ ഒരു സമയം നമുക്ക് എല്ലാ സുഖ സൗകര്യങ്ങളും കിട്ടി, ആവശ്യത്തിന് ജീവിക്കാൻ പണമായി, ജോലിയായി, എല്ലാ സ്റ്റാറ്റസും ആകുമ്പോൾ എന്ത് ചെയ്യും? നമ്മളെ പാവം അമ്മയും അച്ഛനെ എന്ത് ചെയ്യും? അനാഥ മന്ദിരത്തിലോട്ട് കൊണ്ടുവിടുന്നതാണെന്ന് സ്ഥിരം കാണുന്ന കാഴ്ച. എത്രയോ രാപ്പകല് ഉറക്കമൊഴിച്ച് മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന ആ പാവങ്ങളിങ്ങനെ നടതള്ളുമ്പോൾ, നാളെ ഒരു സമയം എൻ്റെ കുഞ്ഞുങ്ങളും എന്നോട് ഇങ്ങനെ കാണിക്കുമെന്ന് ഏതെങ്കിലും ആൾക്കാർ ചിന്തിക്കുന്നുണ്ടോ? ചിന്തിക്കുന്നുണ്ടാവില്ല. അങ്ങനെ ചിന്തിക്കാത്തത് കൊണ്ടാണ് കേരളത്തിൽ വൃദ്ധസദനങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കുന്നത്. ഇല്ലെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. എത്രയോ ജനങ്ങൾ ബസ് സ്റ്റാൻഡുകളിലും വഴിയമ്പലങ്ങളിലും കിടന്നുറങ്ങുന്നു. എന്തുകൊണ്ട്? അവർക്കും മക്കളുണ്ട്. മക്കൾ ചിലപ്പോൾ നല്ല പദവിയിലായിരിക്കാം ഇരിക്കുന്നത്. കാരണം അവരുടെ സ്റ്റാറ്റസിനെ ബാധിക്കും അല്ലേ? അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഒന്ന് മാത്രമേ ഉള്ളൂ. നമ്മളെ വളർത്തുന്നത്, പെറ്റ് വളർത്തുന്നത് നമ്മുടെ അമ്മയും അച്ഛനുമാണല്ലേ? അവരെ എല്ലാ കാലത്തും നമ്മെ എങ്ങനെയാണോ അവർ ചിറകിൻ്റെ കീഴിൽ പറ്റി വളർത്തിയത്, അതുപോലെ അവർക്ക് വേണ്ടി നാം എന്ത് ചെയ്യണം? ജീവിക്കണം. വൃദ്ധർ എന്ന് പറയുമ്പോൾ അവരുടെ ബാല്യകാലമാണ്. ഒരു മനുഷ്യൻ 2 ബാല്യകാലം ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലേ? അപ്പൂപ്പനും അമ്മൂമ്മയും ആകുന്ന സമയത്ത് നമുക്ക് പലതരം കൊതികൾ വരും, കളിക്കാൻ തോന്നും, ഒരുപാട് മനസ്സിൽ അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടുന്ന സമയം. ആ സമയം ആരോരുമില്ലാതെ അനാഥരായി കിടന്ന് കഴിയുന്നതിൻ്റെ കഷ്ടപ്പാടൊന്ന് ആലോചിച്ച് നോക്കിക്കേ. നിങ്ങൾക്കാവുമ്പോൾ, നിങ്ങൾ കുഞ്ഞു മക്കളാണ്, അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഒരു പക്ഷേ മുത്തശ്ശനോടും മുത്തശ്ശിയോടും ആയിരിക്കും അല്ലേ? അമ്മയും അച്ഛനും അടിക്കാതെ വഴക്ക് പറയാതെയൊക്കെ നമ്മളെ സംരക്ഷിക്കുന്നത് ആരാ? നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയാണ്. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താ? നമ്മളെല്ലാവരും അങ്ങനെ ചെയ്യുമെന്നല്ല കേട്ടോ. ആരെങ്കിലും വിരലിൽ എണ്ണാവുന്ന കുറച്ച് പേരെങ്കിലും മാതാപിതാക്കൾ എന്ത് ചെയ്യുന്നുണ്ട്? നടതള്ളുന്നുണ്ട്. അതിനെതിരെ ടീച്ചർ എന്ത് പറയുന്നത്? ഈ കാര്യം പറഞ്ഞു തരുന്നത്. നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളെല്ലാവരെയും പെറ്റി വളർത്തുന്ന ഓരോ അമ്മയും അച്ഛനുമാണ്. അവരെ വയസ്സായി നമുക്ക് എല്ലാ സ്റ്റാറ്റസ് വരുമ്പോഴും അതുപോലെ അവരെ സംരക്ഷിക്കാൻ നമ്മൾ എന്ത് ചെയ്യണോടാ? പഠിക്കണം. പറഞ്ഞു കേട്ടിട്ടില്ലേ? മാതാ പിതാ ഗുരു ദൈവം. അമ്മയും അച്ഛനും കഴിഞ്ഞിട്ടേ മുകളിലിരിക്കുന്ന ദൈവത്തിന് പോലും സ്ഥാനമുള്ളൂ. അപ്പോൾ അമ്മയ്ക്കും അച്ഛനും കൊടുക്കേണ്ട ബഹുമാനവും സ്നേഹവും കരുണയും എല്ലാം അവരോട് കാണിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എല്ലാ ഭാഗ്യവും ആര് തരും? നമുക്ക് ദൈവം തമ്പുരാൻ തരും. അപ്പോൾ ആരുമായിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, നിങ്ങളുടെ ശ്രദ്ധയിൽ വൃദ്ധരെ അവഗണിക്കുന്ന ശ്രദ്ധയിൽ പെട്ടു കഴിഞ്ഞാൽ എന്ത് പറയണം? നമ്മെ വളർത്തിയത് ആരാ? അവരാണ്. അവരെ ഒരു കാലത്ത് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? കൈവിടാനായി പാടില്ല. നമ്മൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ എന്ത് ചെയ്യൂ?
അത് കണ്ടേ വളരൂ, നമ്മുടെ മക്കൾ അത് കണ്ടേ വളരൂ. നാമും ഒരുപക്ഷെ ഒരു സമയം ഇതുപോലെ അനാഥ മന്ദിരങ്ങളിൽ കഴിയേണ്ടി വരുമെന്നുള്ളൊരു ബോധം മറ്റുള്ളവർക്ക് നമ്മൾ എന്ത് ചെയ്യണം, വളർന്നു വരുന്ന നിങ്ങൾ കൊടുക്കണം. അപ്പോൾ ടീച്ചർ എന്തിനാണ് ഈ വൃദ്ധസദനങ്ങളെ കുറിച്ച് പറഞ്ഞതെന്നായിരിക്കും നിങ്ങളുടെ ചോദ്യം. മറ്റൊന്നുമല്ല, നമ്മൾ പത്രവാർത്ത എഴുതാൻ പോകുന്നത് മഞ്ചാടിമേട് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു ഗവൺമെൻറ് സ്കൂളുണ്ട്. ആ സ്കൂളിലെ കുട്ടിപ്പട്ടാളം കൊച്ചുകുട്ടികൾ എന്ത് ചെയ്തു, സ്വാതന്ത്ര്യദിനം ഒരു വൃദ്ധസദനത്തിൽ, ഒരു സ്നേഹസദനത്തിലാണ് എന്ത് ചെയ്തത്, ആഘോഷിച്ചത്. അവിടുത്തെ അമ്മൂമ്മയ്ക്കും അപ്പൂപ്പനൊക്കെ സന്തോഷമൊക്കെ കൊടുത്ത് അവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് എന്ത് ചെയ്തു, അവർ നല്ല രീതിയിൽ എന്ത് ചെയ്തടാ, സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. ആരെ? മഞ്ചാടിമേടിലെ ഗവൺമെൻറ് സ്കൂളിലെ കുഞ്ഞുങ്ങൾ. അവർക്കറിയാം ആരാണ് ഈ അമ്മൂമ്മയും അപ്പൂപ്പനൊക്കെ ഒരു കാലത്ത് അച്ഛനും അമ്മയും കുഞ്ഞുങ്ങളൊക്കെ ആയിരുന്നു അല്ലേ. അവർക്ക് നല്ലൊരു സന്തോഷം കൊടുക്കാനായിട്ടാണ് എന്ത് ചെയ്തത്, അവരങ്ങോട്ട് പോയത്. അപ്പോൾ സ്വാതന്ത്ര്യദിനം കഴിഞ്ഞതിന് പിറ്റേന്ന് പത്രത്തിൽ വാർത്ത വരികയാണ്. അപ്പോൾ വാർത്ത എന്താണ് നമുക്ക് നോക്കണ്ടേ? ഇനി നിങ്ങൾ വാർത്ത നോക്കിക്കോളൂ. ഇനി എൻ്റെ മുഖം കണ്ട് നിങ്ങൾ ബോറടിക്കണ്ട, വാർത്ത കാണാം, ഞാൻ വായിച്ചു തരാം കേട്ടോ. എല്ലാവരും നോക്കിക്കേ. പത്രവാർത്ത എന്ന് മുകളിൽ എഴുതുക. ശേഷം എന്താണ് ഹെഡിങ്? തലക്കെട്ട് വളരെ വലുപ്പത്തിൽ കൊടുക്കുക, ഭംഗിയുള്ളതായിരിക്കണം, ആകർഷകമായിരിക്കണം. ഇവിടെ എന്ത് കൊടുത്തിട്ടുണ്ട്? സ്വാതന്ത്ര്യദിനത്തിൽ സ്നേഹക്കൂടൊരുക്കി കുരുന്നുകൾ. സ്വന്തം ലേഖകനൽ എഴുതുന്നത്. അടുത്ത് മഞ്ചാടിമേടെന്ന് കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ പാരഗ്രാഫ് എന്താ? ഉപേക്ഷിക്കപ്പെടുന്ന വാർദ്ധക്യങ്ങൾക്ക് സ്നേഹത്തിൻ്റെ കരുത്തു പകർന്നുകൊണ്ട് ഗവൺമെൻറ് UPS മഞ്ചാടിമേടിലെ കുട്ടികൾ സ്വാതന്ത്ര്യദിനം സ്നേഹസദനത്തിൽ ആഘോഷിച്ചു. ആര്, എന്ത്, എവിടെ, എല്ലാ കാര്യങ്ങളും ഉണ്ട് കണ്ടല്ലോ. അടുത്ത് നോക്കിക്കേ. അടുത്ത അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച്, അതിൻ്റെ അടുത്ത കാര്യങ്ങൾ നോക്കിക്കോ. ജീവിതയാത്രയുടെ അവസാന നാളുകളിൽ സ്നേഹസദനത്തിൽ കഴിയേണ്ടി വന്നതിൻ്റെ നോവ് ഉള്ളിൽ പടർന്നു കിടക്കുമ്പോഴാണ് ഒരു പിടി സ്നേഹ സമ്മാനങ്ങളുമായി കുട്ടികൾ എത്തിയത്. വാർദ്ധക്യമെന്നത് രണ്ടാം ബാല്യമാണെന്നും അവർക്കും സ്നേഹവും കരുതലും ആവശ്യമാണെന്നുമുള്ള തിരിച്ചറിവിൽ നിന്നുമാണ് കുട്ടികൾ ഈ ദിനം അവർക്കായി മാറ്റിവെച്ചത്. പതാക ഉയർത്തലോടെ ആരംഭിച്ച ആഘോഷങ്ങളിൽ മുത്തശ്ശന്മാർക്കായി കലാപരിപാടികളും സംഘടിപ്പിച്ചിരുന്നു. ജീവിതകാലം മുഴുവൻ സന്തോഷമായിരിക്കാൻ കുട്ടികൾ അവരിൽ നിന്നും അനുഗ്രഹവും വാങ്ങിയാണ് മടങ്ങിയത്. വറ്റാത്ത സ്നേഹം മനസ്സിൽ സൂക്ഷിക്കുന്ന വൃദ്ധജനങ്ങൾക്ക് ആശ്വാസമേകി മടങ്ങിയ കുരുന്നുകൾ നാളേക്കായി നല്ലൊരു മാതൃകയും കൂടിയാണ് കാണിച്ചത്. പത്രവാർത്ത എല്ലാവരും ശ്രദ്ധിച്ചല്ലോ. അതിൽ എല്ലാ കാര്യവും ചുരുക്കിയല്ലേ എഴുതിയിട്ടുള്ളത്, പക്ഷെ എല്ലാ കാര്യങ്ങളും ഉണ്ട് തന്നല്ലോ. തലക്കെട്ടുണ്ടായിരുന്നു, സ്വന്തം ലേഖകൻ എഴുതുന്നതല്ലേ, അതുണ്ടായിരുന്നു, സ്ഥലമുണ്ടായിരുന്നു, എന്താണ് സംഭവം, എവിടെ നടന്നു, എന്തിന് നടന്നു, എങ്ങനെ നടന്നു, എപ്പോൾ നടന്നു, എല്ലാം ഉണ്ടായിരുന്നു. ആണോ അല്ലയോ? ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടികൾ എന്തുദ്ദേശത്തോടു കൂടെയാണ് അവിടെ എത്തിയത് അല്ലേ? വൃദ്ധർ, വാർദ്ധക്യത്തിൽ എത്തിയവർക്കും കരുണയും സ്നേഹവും ആവശ്യമാണെന്ന് തിരിച്ചറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് എത്തിയെന്ന് പോലും ആ വാർത്തയിൽ വളരെ ചുരുക്കി കൊടുത്തിട്ടുണ്ടല്ലേ. അപ്പോൾ പത്രവാർത്ത എങ്ങനെ എഴുതേണ്ടത് നിങ്ങൾ കണ്ടു. മക്കളെ, നിങ്ങൾ ഇനി ചെയ്യേണ്ടത് എന്താ? നല്ല രീതിയിൽ പത്രവാർത്ത എഴുതാനായിട്ട് പഠിക്കുക. പരീക്ഷയ്ക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നന്നായിട്ട് അറ്റൻഡ് ചെയ്യുക. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം മറക്കരുത്, മാതാപിതാക്കളാണ് നമ്മുടെ എല്ലാം എന്ന് പറയുന്നത്. കുഞ്ഞാവുന്ന സമയം മുതൽ മാത്രമല്ല, നമ്മുടെ വയറ്റിൽ കിടക്കുന്ന സമയം മുതൽ അമ്മയും അച്ഛനും നമ്മൾ അറിഞ്ഞു തുടങ്ങുകയാണ്. നമുക്ക് വേണ്ടി അവരെല്ലാം സന്തോഷവും എല്ലാം കളഞ്ഞിട്ടാണ് എന്ത് ചെയ്തത്, നമുക്ക് വേണ്ടി അവർ ജീവിച്ചത്. അപ്പോൾ ഇനിയുള്ള കാലം നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്ന ഈ ഒരു പ്രവണത നിങ്ങളെന്ന പുതിയ തലമുറയിലൂടെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ പൊന്നിൻ മാസത്തിൽ നല്ല ദിനങ്ങൾ ആശംസിക്കുന്നു. ഒപ്പം ആയുരാരോഗ്യ സൗഖ്യം ദൈവം തന്ന് അനുഗ്രഹിക്കട്ടെ. പഠിക്കാനുള്ള ബുദ്ധി എല്ലാവർക്കും കിട്ടട്ടെ. നല്ല രീതിയിൽ വളർന്ന് വലുതായി നല്ലൊരു മനുഷ്യനായി തീരാൻ, മനുഷ്യത്വമുള്ള നല്ലൊരു മനുഷ്യനായി തീരാൻ എൻ്റെ എല്ലാ മക്കളെയും ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഞാൻ നിർത്തുവാണ്. ഇനി മുതൽ ഞായറാഴ്ച ഞാൻ ക്ലാസ് ഇടത്തില്ല. എന്ന് നോക്കുമ്പോൾ നിങ്ങൾക്കും അതൊരു ബോറടിയാണ് അല്ലേ? വെറുതെ കയറണം, ലൈക്ക് ഇടണം, ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കണം. അതിന് ഞായറാഴ്ച ഒരു ദിവസം ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി.